നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പുതിയൊരു സാധനം ട്രൈ ചെയ്താലോ? ഇത് അമ്മ ഈ പറിച്ചോണ്ടിരിക്കുന്നതാട്ടോ ഐറ്റം. നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താ ഐറ്റം എന്നുള്ളത്? ഞങ്ങളുടെ ഇവിടെ ഇതിനെ കയ്പം പടവലം എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണം. കയ്പിന്റെ കാര്യത്തിൽ പാവയ്ക്കയുടെ മുകളിൽ വരെയെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഗുണത്തിന്റെ കാര്യത്തിൽ ഇവൻ മുന്നിലാണ് കേട്ടോ. അച്ഛൻ കൊച്ചീസായിട്ടോ ഇവന്റെ കാര്യം പറയുന്നു. അപ്പുറത്ത് ഇന്നത്തെ ലഞ്ചിന് ഇവനെ ആവാന്ന് അമ്മ അത് പറിക്കാന്ന് പറഞ്ഞപ്പോ ഞാനും മാത്രം ആദ്യം മുന്നിലെത്തി. പിന്നെ അവിടെ നടന്ന കാര്യം പറയണ്ടല്ലോ. അങ്ങനെ വള്ളിയിലൊന്നും ബാക്കി വെക്കാതെ ഞാനും മാത്രം മൊത്തം പറിച്ചെടുത്തു കേട്ടോ. മാത്രം ഇതുകൊണ്ട് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഇന്നത്തെ ഷെഫ് എന്ന് തോന്നും. കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചാലോ? ക്ലീൻ ചെയ്യാൻ ഇരുമ്പത്തി ഉപയോഗിക്കാതെ സ്റ്റീൽ കത്തിനെ ഉപയോഗിക്കണം എന്നാട്ടോ അമ്മ പറഞ്ഞത്. ഇല്ലെങ്കിൽ കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല അത്രേ. എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ മെയിൻ പരിപാടി. ഇതുപോലെ കടുക് പൊട്ടിച്ച് അതിലോട്ട് സവാള ഇതുപോലെ അരിഞ്ഞിടണം. ഇതൊന്ന് വയന്നു വന്നതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കണം. ആഹാ, എന്താ സ്മെല്ല്! നിങ്ങൾക്ക് വരുന്നുണ്ടോ ആ സ്മെല്ല്? ഇവർ മൂന്നും തമ്മിൽ ഒരു കെമിസ്ട്രി വന്നതിന് ശേഷം പൊടികൾ ഓരോന്നായിട്ട് ഇടണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കുറഞ്ഞ അളവിൽ മാത്രം ചേർക്കുക. അമ്മ പ്രത്യേകം പറഞ്ഞതാണേ. ഇനി ഇവരെല്ലാവരെയും ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി സെറ്റായതിനു ശേഷം കഴുകി വെച്ചിട്ടുള്ള കയ്പം പടവലം ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഒരു 2 മിനിറ്റ് ആവി കിടക്കട്ടെ അല്ലേ ഇവൻ. ഒന്ന് ആവിയിൽ വെന്തതിന് ശേഷം ഇവനെ തുറന്നു വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉപ്പിടാൻ മറന്നു എന്നൊരു സംശയം. ഇനി ഫൈനൽ ടച്ചപ്പിനായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കി പരിപാടി അവസാനിപ്പിക്കാം. അപ്പൊ പോയി കഴിച്ചാലോ? ഇനി കുറച്ച് ചോറ് എടുത്ത് അതിലോട്ട് കുറച്ച് കയ്പം പടവലവും അതിന്റെ സൈഡിൽ കുറച്ച് വഴുതനയും പയർ ഉപ്പേരി 2 മീൻ കഷ്ണവും കുറച്ച് മോരുകറിയും കൂടെ ഒഴിച്ച് നമുക്കൊരു പിടുത്തം പിടിച്ചാലോ? കണ്ടിട്ട് എനിക്കെന്നെ കൊതിയായിട്ട് വയ്യ. ഞാൻ പോയി കഴിച്ചിട്ട് വരാട്ടോ.